എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്വാഗതം പറയുമ്പോൾ കാണുന്ന വിഭവങ്ങളൊക്കെ കണ്ടില്ലേ. ഇന്ന് കുറച്ച് ചാള, ഇവിടെ ചാള മത്തി എന്നൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ ചാളയെന്ന് തന്നെ പറയാം കേട്ടോ. ചാള കിട്ടി, അടിപൊളി നെയ്ച്ചാളയാണ് കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അതിന് ചേരേണ്ട സാധനങ്ങളാണ്: ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് പടക്കംപുളി വെള്ളത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. മെയിൻ വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കടുക്, ഉലുവ, ഉപ്പ്. ഇത്രയും സാധനങ്ങളും അതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ചട്ടി വയ്ക്കാം. നമ്മൾ വടക്കംപുളി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയുടെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ വടക്കംപുളി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 1 സ്പൂൺ കടുകിടാം. കടുക് അതിൻ്റെ കൂടെ ഉലുവയില, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് വേണം സവാള ഇടാൻ കേട്ടോ. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒരു മണം ഉണ്ടല്ലോ, ആ മണം ഇനി നല്ല വരണം. അതിങ്ങനെ നല്ലോണം വന്നതിന് ശേഷം മാത്രം. അപ്പോൾ നല്ലോണം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് സവാള ഇടാം. 1.5 സവാളയാണ്. ഞാൻ അരിഞ്ഞപ്പോൾ 2 സവാള അരിഞ്ഞാൽ 1.5 സവാളയുടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മൂക്കണം. നമുക്ക് അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, ഇപ്പോൾ 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എരിയുടെ അനുസരിച്ച് ഞങ്ങൾക്ക് മുളക് പൊടി എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഉള്ളി വടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഉള്ളിയും കൂടെ നല്ലോണം ഒന്ന് വാടണേ. ഈ സവാളയുടെ കൂടെ തക്കാളി അലിഞ്ഞ് ചേരണം കേട്ടോ. അതുവരെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്ന പരുവായിരിക്കണം ഇത് കറിയുടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് അത് കണക്ക് തന്നെ ചാലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനി നമ്മൾ ആ എണ്ണയിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചൊഴിക്കും. അതാണ് കറിയുടെ നല്ല ടേസ്റ്റുള്ള മുളക് കറി ആയിരിക്കും ഇത് കേട്ടോ. നമ്മുടെ തക്കാളിയെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് പച്ചമുളക് ഇടാം. പച്ചമുളക് നല്ലോണം ഒന്ന് വാടണം. ഒന്ന് പച്ച കളർ പോവണ്ട, അത് ഒന്ന് വാടിയാൽ മാത്രം മതി. ഇപ്പോൾ പച്ചമുളക് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാലിച്ച് വെച്ചേക്കുന്ന മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തോട്ടിടാം. ഇപ്പോൾ നമ്മൾ ചാലിച്ച് തേക്കുന്ന മുളക് പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിച്ചത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ആ മുളകിൻ്റെയൊക്കെ കുത്തലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് വടക്കംപുളി വേവിച്ച് വെച്ചത് ഒഴിക്കും. ഉണ്ട് 5 തല കേട്ടോ, ചെറുത്. അതൊന്ന് ഇതിനോടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം.
ഇനി നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് കേട്ടോ. നമ്മളിതൊക്കെ ഉപ്പിട്ടില്ല, ഇനി ഉപ്പിടാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. തിളയ്ക്കണം, ഉപ്പിട്ട് തിളപ്പിക്കുക. നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പിടാം. ഉപ്പിട്ടു നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. പുളി അനുസരിച്ച് തിളയ്ക്കണം. പുളി ഇറങ്ങിയാലേ ഉപ്പ് പരുവത്തിന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇടാം. തിളയ്ക്കാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. കറിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇതിനകത്തോട്ടിടാം. തലയുടെ ചെകളയൊക്കെ കളഞ്ഞിട്ട് അകത്തെ ആ ചുവപ്പൊക്കെ കളഞ്ഞിട്ട് തലയോട് കൂടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വേവട്ടെ. ഇനി ചാള വറുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കുറച്ച് വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻകറി നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചാളയാകുമ്പോൾ പെട്ടെന്ന് ഉടയാത്ത വിധത്തിൽ ഒന്ന് അടിയിലൂടെ തൈര് ഇങ്ങനെ കറക്കണം കേട്ടോ. മീനകത്ത് കറക്കരുത്, അരപ്പ് മാത്രം ഇങ്ങനെ ഒന്ന് ഇട്ട്. വെന്തിട്ടില്ല, നല്ലോണം വെന്ത് മുളക് തെളിയും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ കുറവാണ്. കാണുന്നവർ ഒരു ലൈക്കും കൂടെയൊക്കെ അടിച്ചിട്ട് പോയാൽ അത്രയും സന്തോഷമാവും. കാരണം ഞാൻ വലിയ യൂട്യൂബറൊന്നുമല്ല, ചെറിയൊരു ഇങ്ങനെ നമുക്കറിയാവുന്ന വിധത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. പലരും പല വിധത്തിലായിരിക്കുമല്ലോ പല കറികളൊക്കെ വെക്കുന്നത്. അതനുസരിച്ച് ഞാനും എൻ്റേതായ രീതികളിലൊക്കെ ഞാനും വെക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുകയോ വെച്ച് കഴിക്കുകയോ അതിൻ്റെ ടേസ്റ്റുകൾ പറയുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് വേവട്ടെ. നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കറിയുടെ എന്തായാലും ഉപ്പൊന്ന് നോക്കിക്കളയാം. നമുക്ക് അപ്പോഴത്തേക്ക് പൊരിക്കാനുള്ള മീനൊന്ന് അരപ്പ് വരട്ടാം. ഞാൻ 4-5 പല്ല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം അതും കൂടെ ഇതിനകത്ത് ചതയ്ക്കണം. ഇതിനായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ 1 സ്പൂൺ ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ചേർക്കാം. മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശർക്കര മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കുരുമുളകും ചേർത്ത് ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മീൻകറി ഞാനൊന്ന് ചുറ്റിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുക. ഒരു ശകലം ഒഴിച്ച് അടച്ച് സ്റ്റൗ ഓഫാക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ശരിയായി. അപ്പോൾ ഞാൻ വെളുത്തുള്ളി, കുറച്ച് സവാള, പെരിഞ്ചീരകം, ഇഞ്ചി, അതിൻ്റെ കൂടെ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ ചിക്കൻ പൊടി, ചിക്കൻ മസാലയോ മീറ്റ് മസാല ഏതായാലും മതി, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ദാണ്ട ശകലം വടക്കം പുളി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ചാലിക്കൽ എണ്ണ നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിൽ ഞാൻ അരിഞ്ഞിടുന്നത് ഒരു പച്ചമുളകാണ് കേട്ടോ. ഇനി ഇത് ഒരു 10-20 മിനിറ്റ് അടച്ചു വെച്ചേക്കുക. നമ്മൾക്ക് എപ്പോഴും ഇത് വറുക്കാൻ തോന്നുന്നു ആ സമയത്ത് വറുത്താൽ മതി. കാരണം അത്ര നേരം ഇരുന്നാൽ ഇത് മുളകെല്ലാം പിടിച്ച് മീൻ നല്ല ഉപ്പൊക്കെ പിടിച്ച് അടിപൊളിയാവും. അപ്പോൾ ഇത് കണക്കിൽ എല്ലാവരും മീനും ഒന്ന് വറുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കൂട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മീനും ഞാനിനി വറുത്തെടുക്കുകയാണ്. അടുത്ത ഒരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.